ചർച്ചയിൽ CPM പ്രതിനിധി M പ്രകാശൻ, കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാല, BJP പ്രതിനിധി അഡ്വക്കേറ്റ് BG വിഷ്ണു, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ്. ആദ്യം CPM പ്രതിനിധിയിലേക്കാണ്. ശ്രീ M പ്രകാശൻ, ഇന്ന് മുഖ്യമന്ത്രി കുറേ ദിവസങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം, പതിവില്ലാതെ 1.25 മണിക്കൂർ മാധ്യമങ്ങളെ കണ്ടു. ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. അതിലേറ്റവും പ്രധാനം ഭരണപക്ഷ MLA ആയ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. അൻവർ പറഞ്ഞതിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളുമ്പോൾ അൻവറിനി ഇടത് ഭാഗത്ത് നിൽക്കാൻ ഇനി പറ്റുമോ? PV അൻവറിനെ ഇനി നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇവിടെ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ ഒരു MLAയിൽ നിന്ന് ഉണ്ടാവേണ്ട രൂപത്തിലല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങളും പത്രപ്രസ്താവനയും മാധ്യമങ്ങളെ കാണലും എന്നെല്ലാമുള്ള കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അത് ഏതെങ്കിലും ഒരു മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു മുന്നണിയായാലും, ഇനിയിപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയാവട്ടെ, അല്ലെങ്കിൽ NDA ആവട്ടെ, അല്ലെങ്കിൽ LDF ആവട്ടെ, ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA അദ്ദേഹം ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു കക്ഷിയോട് അതിൻ്റെ തെറ്റുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ഉന്നയിക്കേണ്ട രീതിയിലല്ല അദ്ദേഹം ഉന്നയിച്ചതെന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാക്കാനാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ LDFന് എതിരായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാം അത് ആഘോഷിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ മറ്റൊരു കാര്യമില്ല. എന്നാൽ ആ ഉന്നയിച്ച വിഷയത്തോട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ളതിലേക്ക് ഈ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടെന്താ? അതുമായി ബന്ധപ്പെട്ട് വിശദമായ നിലക്കുള്ള അന്വേഷണത്തിന് ഗവൺമെൻറ് ഉത്തരവിട്ടു. അത് സംബന്ധിച്ചുള്ള ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾക്കേറിയാണല്ലോ അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ചില വിഷയങ്ങൾ വെച്ചുകൊണ്ട് SP അടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നില പോലും കേരളത്തിനകത്തുണ്ടായി. ഈ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് കേരള ഗവൺമെന്റും ആദരണീയനായിട്ട് മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു. എന്താ നിലപാട്? ഒരു നിലയിലും അന്യായത്തെ വെച്ചു പുറപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ സംരക്ഷിക്കില്ല. ഇതാണ് ഗവൺമെന്റ് നിലപാട്. അത് കൃത്യമായ നിലക്ക് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കെല്ലാം ഇത് ഹൃദ്യമാവുന്നത്? ഇടതുപക്ഷത്തിനെതിരായിട്ട് ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ ഹൃദ്യമാവുന്നത്. മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഈ സുജിത് ദാസിനെതിരെ SP-ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ഈ മരം വെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിലല്ല. മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് പുറത്തു വന്ന ഫോൺ കോൾ, അതായത് PV അൻവർ മോശം രീതിയിൽ പുറത്തുവിട്ട, സാധാരണഗതിയിൽ സ്വകാര്യമായി സംസാരിക്കുന്ന അങ്ങനെ പുറത്തുവിടാമോ എന്ന് കൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി പറയുന്നു, P ശശിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല. ഏറ്റവും അധികം PV അൻവർ ആരോപണം ഉന്നയിച്ചത് ആർക്കെതിരെയാണ്? P ശശിക്കെതിരെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും P ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്നും പങ്കുപറ്റുന്നുണ്ടോ എന്ന് സംശയിക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ശേഷവും, മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പിന് ശേഷവും PV അൻവർ അങ്ങനെ പറയുകയാണ്. PV അൻവറിനെ ഇനി നിങ്ങൾ കൊണ്ടു നടക്കുമോ? PV അൻവറിന്റെ വായിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ തള്ളിക്കയറ്റി. അത് പരിശോധിക്കണം എന്നേ അൻവർ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി. P ശശിക്കെതിരെ അദ്ദേഹം ഈ പറയുന്നവരുടെ പങ്ക് പറ്റുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. നിങ്ങൾ പറയുമ്പോൾ പങ്ക് പറ്റുന്നതായിട്ട് ആക്ഷേപിച്ചു എന്ന് അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ മന്ത്രിമാർക്കെതിരെ ഗൗരവമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉന്നയിക്കുന്നു, അതുപോലെ മറ്റാരെങ്കിലും ഉന്നയിക്കുന്നു, ഉടനെ അവരൊക്കെ രാജിവെക്കലാണോ? ഒരു ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നു, ഉടനെ അയാൾ പുറത്താക്കലാണോ? ഇവിടെ രാഷ്ട്രീയമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സഖാവിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പാർട്ടി തീരുമാനിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഒരാൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ഒരു ആക്ഷേപം, ആ ആക്ഷേപം സംബന്ധിച്ചുള്ള ബോധ്യം പ്രധാനമല്ലേ? ആ കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന്റെ ബോധ്യമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി ഇത് അത്ഭുതപ്പെടുത്തുന്നത്. ഒന്നുകിൽ നിങ്ങൾ PV അൻവറുമായി ബന്ധപ്പെട്ട ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകണം, അതവിടെ സംഭവിക്കുന്നില്ല. അപ്പുറത്ത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു കടുത്ത നടപടി വേണം, അതൊന്നും സംഭവിക്കുന്നില്ല. ഇതിലൊക്കെ ഒരു അസ്വാഭാവികത സാധാരണ ജനങ്ങൾക്ക് തോന്നുന്നുണ്ട്. PV അൻവറുമായി ബന്ധപ്പെട്ട് CPMന്റെ നിലപാടിനി എന്താണ്? ശ്രീ M പ്രകാശൻ, അദ്ദേഹം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പാർട്ടി തനിക്കൊപ്പമുണ്ട് എന്ന്. പാർട്ടി PV അൻവറിനൊപ്പമുണ്ടോ ഇല്ലയോ?
സാധാരണ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളെക്കാളേറെ പ്രവർത്തിക്കുന്നത് ഞങ്ങളല്ലേ. ഞങ്ങൾക്കറിയാലോ സാധാരണ ജനങ്ങൾ എങ്ങനെ ഇക്കാര്യത്തെ കാണുന്നതെന്ന്. പിന്നെ ഇതിൽ അൻവർ CPM-ന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നൊരു MLA അല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. അത് അൻവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിനെ നമ്മൾ ഇന്നുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ഇടതുപക്ഷ ഗവൺമെന്റ് നിൽക്കുമ്പോൾ ഇങ്ങനെയല്ല നിലപാട് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇനി കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA കോൺഗ്രസ് ഗവൺമെന്റ് ഉള്ളപ്പോ ഈ നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് പക്ഷേ അദ്ദേഹം ആ നിലപാട് തുടരും. ശ്രീ എം പ്രകാശൻ, അദ്ദേഹം ആ നിലപാട് തുടരുമെന്ന് ഇന്നുകൂടി അല്പം മുമ്പ് പോലും വാർത്താസമ്മേളനത്തിൽ പറയുന്നു. നിങ്ങൾ അത് അനുവദിക്കുമോ ഇല്ലയോ? ഞാൻ ആ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടുവന്ന്. ഞങ്ങൾ അനുഭവിച്ചിട്ടാണോ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇതുവരെയുള്ള കാര്യങ്ങളല്ല ഞങ്ങളോട് പാർട്ടിയോട് അനുവാദം വഹിച്ചിട്ടാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ, വ്യക്തമല്ലേ. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ തള്ളിയിട്ട് അദ്ദേഹം നമ്മുടെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആ പറയേണ്ട അവസരം ഉണ്ടാകുമ്പോൾ അത് പറയുമെന്നല്ലാതെ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഭാഗമായിട്ട് നിൽക്കുകയാണല്ലോ. അദ്ദേഹം നമ്മുടെ ഭാഗമായി നിൽക്കുമ്പോൾ പറയേണ്ട രൂപത്തിലും പറയേണ്ട രീതിയിലും പറയേണ്ട കാര്യങ്ങളുമാണോ അദ്ദേഹം പറയുന്നതെന്ന് ആലോചിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ ഇപ്പോഴും ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾ തള്ളി പറയാത്തിടത്തോളം കാലം നിങ്ങളെന്തിനാ അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നത്? ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അവതരിപ്പിക്കേണ്ടത്, പറയേണ്ടത്, അത് അദ്ദേഹം കൂടെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തോട് ചോദിക്കണം. നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവരെ ഈ രൂപത്തിൽ തലോടിയാണോ നിൽക്കാറുള്ളത് എന്ന സംശയം സ്വാഭാവികമാണല്ലോ ശ്രീ എം പ്രകാശൻ. അങ്ങനെയല്ലല്ലോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ഞാൻ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോകുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അതുങ്ങൾ ചോദിച്ചു വിട്ടേക്കല്ല, അതുങ്ങൾ ചോദിച്ചങ്ങ് വിട്ടേക്കല്ല. ഞങ്ങള് പ്രതിപക്ഷത്തു നിന്നുള്ള ആള് പ്രതിപക്ഷമാണെന്ന് ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയ എതിരാളികളെ തിരിച്ചറിയാനുള്ള വിവേകം ഞങ്ങൾക്കുണ്ട്. അൻവർ ഞങ്ങളുടെ കൂടി വോട്ട് നേടി ജയിച്ച MLA ആണ്. അതും ഞങ്ങൾക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു അവ്യക്തതയൊന്നുമില്ല. കൃത്യമായ വ്യക്തമായ ധാരണ പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. അല്ല, വോട്ട് നേടി ജയിച്ച ആ MLA പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇന്നുകൂടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് ശേഷവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഉപദേശിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആ പാവത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടു നടക്കുന്നു എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ പറയാനുള്ള സ്പേസ് ഇനിയും നിങ്ങൾ കൊടുക്കുമോ? എത്രത്തോളമാണ് അൻവറിന്റെ സ്പേസ് ഇനി എന്നുള്ളതാണ് ചോദിക്കുന്നത്. അൻവറിന് ഇങ്ങനെ നിർബാധം പറഞ്ഞു മുന്നോട്ട് പോകാനാകുമോ? അതാണോ പാർട്ടിയുടെ നിലപാട്? അൻവർ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇടതുപക്ഷത്ത് തുടർന്നോട്ടെ, അങ്ങനെയാണോ നിലപാട്? ഇതായിരുന്നു ഞാൻ ചോദിച്ചത്. അല്ല, അക്കാര്യത്തിൽ നിലപാട് പാർട്ടി എടുക്കും. ഇതുവരെ നിലപാടെടുത്തിട്ടുണ്ട്, നിങ്ങളോട് പറയല്ലോ. ഇതുവരെ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നൊരു വിഷയമുണ്ടല്ലോ. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് ജയിച്ച ഒരു MLA കാര്യങ്ങളെ, ആ മുന്നണി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഇങ്ങനെയാണോ അവതരിപ്പിക്കേണ്ടത്, അത് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതിപ്പോ സാധാരണ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും അക്കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതല്ലേ. അപ്പൊ അത് അദ്ദേഹം ആലോചിക്കേണ്ട വിഷയമാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നത്? അത് ഞങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ല. പിന്നെ നിങ്ങൾക്കിപ്പോൾ ആവശ്യം എന്താന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശരിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയണം. നടപടിയെടുക്കാത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.